നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ പാലത്തിന്റെ മുകളിൽ നിന്നും ക്രെയിൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ക്രെയിനിലുണ്ടായിരുന്ന 3 അതിഥി തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കംകണ്ടം തീരദേശ റോഡിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മാലിന്യം തള്ളാനെത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ. അധികൃതരുടെ അനാസ്ഥ. വടുതലം വട്ടപ്പാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകളിൽ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത്. നഗരസഭാ അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ പാലത്തിന്റെ മുകളിൽ നിന്നും ക്രെയിൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ക്രെയിനിലുണ്ടായിരുന്ന 3 അതിഥി തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതേസമയം മറ്റു വാഹനങ്ങൾ കടന്നു പോകാത്തത് മൂലം വൻ ദുരന്തം ഒഴിവായി. നിയന്ത്രണം വിട്ട ക്രെയിൻ പാലത്തിൽ നിന്നും അടിയിലേക്ക് തെറിച്ചു വീഴുകയും സമീപത്തെ ട്രാൻസ്ഫോമറിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. നാഷണൽ ഹൈവേ നിർമ്മാണ തൊഴിലാളികൾ ലൈസൻസ് ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നത് എന്ന ആരോപണവുമുണ്ട്. അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ട് അതിൻ്റെ പോളിയിൽ ഇങ്ങനെ ഉരുന്നോട്ട് വരുന്ന 3 ബംഗാളികൾ അവിടെ നിന്നിരുന്നു. അവർ ജസ്റ്റ് ജാതി ഒന്ന് രക്ഷപ്പെട്ടു ഇതിൻ്റെ കൂടെ. പിന്നെ അവർക്ക് ട്രാൻസ്ഫോമറിന് പോയി ഇടിച്ചു നിന്നു. പിന്നെ അവിടെ ആകെ വഴി ബ്ലോക്കായി അതുകൊണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കംകണ്ടം തീരദേശ റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചെളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് വാഹനം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടാങ്കർ ലോറിയുടെ പിൻവശത്തെ ചക്രങ്ങൾ ചെളിയിൽ താഴുകയായിരുന്നു. വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാതെ വന്നതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ മുങ്ങിയെന്നാണ് സൂചന. വിവരമറിഞ്ഞ് ഗുരുവായൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ സ്ഥലത്തെത്തി. നഗരസഭാ അധികൃതരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യം എത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭാ അധികൃതർ. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് അരങ്ങുണരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകാറുള്ളത് അലങ്കാരങ്ങളാണ്. ഓരോ വർഷവും വ്യത്യസ്തമായ അലങ്കാരങ്ങളാണ് സംഘാടകർ ഒരുക്കാറുള്ളത്. തുണികൊണ്ട് പൂക്കൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് വേലൂർ ഗ്രാമവാസികൾ. ഇത്തവണ ഗ്രാമകം നാടകോത്സവ നഗരി അലങ്കരിക്കുന്നത് പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ടാണ്. കഴിഞ്ഞ വർഷം സാരികൾ കൊണ്ടുള്ള അലങ്കാരമായിരുന്നു ഗ്രാമകത്തിന്റെ ഹൈലൈറ്റ്സ്. 3500-ൽ കൂടുതൽ സാരികളാണ് ഇതിനുപയോഗിച്ചത്. വേലൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വീടുകളിൽ നിന്നാണ് സാരികൾ ശേഖരിച്ചത്. ഇത്തവണ അലങ്കാരത്തിന് കുട്ടികളും വനിതകളും ഉൾപ്പെടുന്ന സംഘങ്ങൾ പൂക്കൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000-ന് മുകളിൽ പൂക്കൾ അലങ്കാരത്തിന് വേണ്ടിവരും. നാടകം കാണുവാനുള്ള ആവേശം പോലെ തന്നെ അലങ്കാരപ്പണികളിലും ആവേശത്തോടെ പങ്കാളികളാവുകയാണ് നാട്ടുകാർ. ഗ്രാമത്തിനെ അലങ്കരിക്കുന്നത് ഇത്തരത്തിൽ പൂക്കൾ വെച്ചിട്ടാണ്. ഈ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേലൂർ തന്നെ പല ഭാഗങ്ങളിലെ അമ്മമാരും പെങ്ങന്മാരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ അവരാണ് ഇതൊക്കെ വളരെ ആവേശപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പൂക്കൾ ഉണ്ടാക്കിയിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അവരുടെ ആവേശകരമായ പ്രവർത്തനം ഗ്രാമത്തിന് കൂടുതൽ ജീവൻ നൽകും. അധികൃതരുടെ അനാസ്ഥ. വടുതല വട്ടംപാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകൾ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത്. കാന വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ റോഡരികിലേക്ക് കയറ്റിയിട്ടിട്ട് 1 മാസത്തോളമായി. നഗരസഭയുടെ വാഹനം വന്ന് ഇവ കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. മാലിന്യം കിടക്കുന്നത് മൂലം സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപവും ദുർഗന്ധമേറാൻ കാരണമാകുന്നുണ്ട്.
എതിർവശത്തുള്ള കാനയ്ക്ക് സമീപം ഹരിതകർമ്മസേനക്കാർ കുപ്പികൾ നിറച്ച ചാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഇതുവരെയായിട്ടും കൊണ്ടുപോയിട്ടില്ല. റോഡരികിൽ മത്സ്യവിപണനം നടത്തുന്നവർ ഇതിന്റെ അവശിഷ്ടങ്ങൾ കാനയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇതോടെ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ എത്തുന്ന ഇവിടെ ദുർഗന്ധം രൂക്ഷമായിരിക്കുകയാണ്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് നിരവധി തവണ ഇക്കാര്യം അറിയിച്ചിട്ടും ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്ഥാപന പ്രഖ്യാപനം നടക്കുമ്പോൾ പൊതുയിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വടുതല സെന്ററിൽ മാലിന്യ നിക്ഷേപത്തിന് സ്ഥിര സംവിധാനമൊരുക്കി യഥാസമയം നഗരസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സാന്റ് ജോസ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഡിജിറ്റൽ ആർക്കൈവ്സ് ആരംഭിച്ചു. ഇടവകയുമായി ബന്ധപ്പെട്ട രേഖകളും ചിത്രങ്ങളും സംരക്ഷിക്കുന്നതിനും പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പൊതുവായി ലഭ്യമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ആർക്കൈവ്സ് തയ്യാറാക്കിയത്. ആർക്കൈവ്സിന്റെ പ്രകാശന കർമ്മം തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. എഡിറ്റർ പ്രൊഫസർ ഇ.ഡി. ജോൺ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ ഒ.ജെ. ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, കെ.ജെ. വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, പി.ആർ.ഒ. റാഫി നീലങ്കാവിൽ, ബുള്ളറ്റിൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, വടക്കേക്കാട് പ്രസിഡന്റ് നബീൽ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുകളിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന് പഞ്ചായത്ത് തല പുരസ്കാരം ലഭിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വടക്കേക്കാട്, രാജ ആയുർവേദ റിസോർട്ട്, ഉദയ വായനശാല ഇരട്ടപ്പുഴ, കുന്നത്തൂർ റെസിഡൻസി പുന്നേർകുളം, ഒരുമനയൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വടക്കേക്കാട് എന്നീ സ്ഥാപനങ്ങൾ പ്രത്യേക പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം നടന്ന പതാക ദിനത്തിൽ മേഖലാ പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര പതാക ഉയർത്തി. കാണിപ്പയ്യൂരിൽ നടന്ന പതാക ദിനാചരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷനായി. മേഖലാ ഭാരവാഹികളായ പ്രദീപ് മാസ്റ്റർ, യു വിനോദ്, ഹരി ഇല്ലത്ത്, സിന്ധു സലി, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ച എളവള്ളി ഗ്രാമപഞ്ചായത്ത്. 2 വർഷം മുൻപ് ചിറ്റാട്ടുകര പാവർട്ടി റോഡ് പൊതുമരാമത്ത് വകുപ്പ് BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു. ഗുരുമന്ദിരത്തിന് സമീപം 100 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കാനയും നിർമ്മിച്ചിരുന്നു. ഇതേസമയം ജലനിധിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോവുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് ജലനിധിയിൽ ഉപ്പുവെള്ളമായതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം കലർന്നത് വാർത്തയായിരുന്നു. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് അതിർത്തിയോട് ചേർന്നുള്ള കോഴിത്തോട് പ്രദേശത്തെ കിണറുകൾക്കാണ് ഉപ്പുവെള്ള ഭീഷണി നേരിട്ടത്. കോൺക്രീറ്റ് കാനകളുടെ കവർ സ്ലാബ് ഒന്നിച്ച് നിർമ്മിച്ചതിനാൽ വെള്ളത്തിന്റെ ലീക്ക് കാലങ്ങളായി തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. മാധ്യമങ്ങൾ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജലനിധി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു. ഒരു ദിവസം പൂർണ്ണമായും തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ലീക്കിന്റെ ഉറവിടം കണ്ടെത്താനായത്. രാത്രിയോടെ തന്നെ കൂടുതൽ സ്ലാബുകൾ നീക്കം ചെയ്ത് പൈപ്പുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സും ജലനിധി പ്രസിഡന്റ് PI ബാബുവും പറഞ്ഞു. വിശ്വാസ പരിശീലനം മറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു. ഏറെ സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകാൻ ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ സജ്ജരാകേണ്ടതിന് ശക്തമായ ആത്മീയ അടിത്തറയിന്മേൽ ആധുനിക പാരന്റിംഗ് സംവിധാനങ്ങളിൽ പരിശീലനം നേടാനായി ഒരുക്കിയ സെമിനാറിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. തുടർന്ന് നടന്ന ക്ലാസുകൾക്ക് ഡോക്ടർ ലിജോ കൊള്ളന്നൂർ, ഡോക്ടർ ഡേസൻ പാണേങ്ങാടൻ, ഡോക്ടർ ടോണി ജോസഫ്, PA ജീസൺ ജേക്കബ്, AJ ജീനു, ആൽബർട്ട് ക്രിസ്റ്റീൻ എന്നിവർ നേതൃത്വം നൽകി. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, പ്രിൻസിപ്പാൾ VK ജോർജ്, PTA പ്രസിഡന്റ് CL ആന്റണി, വിശ്വാസ പരിശീലകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. 250ഓളം മാതാപിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായി. കണ്ടാനശ്ശേരി ഗ്രാമീണ വായനശാല സമിതിയുടെ നേതൃത്വത്തിൽ അണ്ടർ 15 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KS ശിവദാസൻ, KS സുമേഷ്, VV മണികണ്ഠൻ മെമ്മോറിയൽ, സാവിത്രി രാമകൃഷ്ണൻ വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും, മാജിക് ടെക് വെഡ്ഡിംഗ് കമ്പനി റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള
ഫുട്ബോൾ ടൂർണമെന്റ് ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് സി ബിജു അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, കലാസമിതി സെക്രട്ടറി PR ബൈജു, വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി VD ബിജു എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ വനിതാ ടീം അംഗമായ കണ്ടാണിശ്ശേരി സ്വദേശിനി PB നിരഞ്ജനയെ ചടങ്ങിൽ ആദരിച്ചു. പുത്തൻകുളം പരിസരത്ത് സജ്ജമാക്കിയ MA രാമകൃഷ്ണന്റെ നാമധേയത്തിലുള്ള ഗ്രൌണ്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഏപ്രിൽ 4-ന് ടൂർണമെന്റ് സമാപിക്കും. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ഏപ്രിൽ 1, 2 തീയതികളിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടന്നത്. പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധി ചടങ്ങുകൾ, സന്താന ഗോപാല പൂജ, കളഭാട്ടം, 25 കലശം എന്നിവ നടന്നു. ക്ഷേത്രോത്സവ വേദിയിൽ ഭഗവത്ഗീത, നാരായണീയ പാരായണം, കൈക്കൊട്ടിക്കളി എന്നിവയുമുണ്ടായി. ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഗുരുവായൂർ മേൽശാന്തിയായ ശേഷം തിരികെ കുറൂരമ്മ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ചുമതല ഏറ്റെടുക്കുന്ന പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. കൈക്കോർക്കാം ലഹരിക്കെതിരെ. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ജനജാഗ്രത നൈറ്റ് മാർച്ച് നടത്തി. വടക്കാഞ്ചേരി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി സമാപിച്ചു. സമാപന സമ്മേളനം BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് C നിവേദിത ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ E ചന്ദ്രൻ, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ, സുമേഷ് കളരിക്കൽ, വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം OBC മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രതീഷ് അയിനപ്പുള്ളി, ഗണേഷ് ശിവജി, വിനോദ് പണിക്കശ്ശേരി, വിനീത് കുറുപ്പേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പഴഞ്ഞി ചിറക്കലിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഗമം പാലസിൽ നടന്ന ക്യാമ്പ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കുന്നംകുളം ഏരിയ പ്രസിഡന്റ് PR അഭിലാഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി മനോജ് ബേബി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധന്യ സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് KC സുനിൽ, CITU കുന്നംകുളം ഏരിയ സെക്രട്ടറി PM സോമൻ, വൈസ് പ്രസിഡന്റ് TC ചെറിയാൻ, ക്യാമ്പ് കോർഡിനേറ്റർ സജി തോമസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് സെന്ററും ട്രിനിറ്റി ഐ സെന്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ഹോട്ടൽ, ബേക്കറി, ജ്യൂസ് ഷോപ്പ്, കാറ്ററിംഗ് സ്ഥാപനം, തട്ടുകട, ചായക്കട തുടങ്ങി ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും ഹെൽത്ത് കാർഡ് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് നടത്തിയത്. പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്നത്. 1937 വടക്കേക്കാട് പഞ്ചായത്തിലെ കുരഞ്ഞിയൂരിൽ വെച്ച് നടന്ന പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് വയലത്തൂർ കടലായി മനയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K ദാമോദരൻ പാട്ടബാക്കി നാടകം രചിച്ചത്. കുരഞ്ഞിയൂർ കുട്ടാടൻ പാടത്താണ് നാടകത്തിന്റെ ആദ്യ അവതരണം നടത്തിയത്. കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര വ്യാപനത്തിനും നാടകാവതരണം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കഥാഘടനയുടെ ലാളിത്യവും ഉള്ളടക്കത്തിന്റെ സത്യാവസ്ഥയും പാട്ടബാക്കിയെ മലയാളത്തിന്റെ ഏറ്റവും വിജയകരമായ രാഷ്ട്രീയ നാടകമാക്കി. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിൽ ഉടനീളം അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. പ്രമുഖ നാടക പ്രവർത്തകൻ ബാബു വയലത്തൂരാണ് പുനരവതരണത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. കൊടമന നാരായണൻ നായർ സ്മാരക മന്ദിരത്തിൽ ചേർന്ന നാടകാവതരണ ആലോചന യോഗം CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നാടകാവതരണ കമ്മിറ്റി ഭാരവാഹികളായി കൺവീനർ VM മനോജ്, ചെയർമാൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, ട്രഷറർ ജിയോ എന്നിവരെയും രക്ഷാധികാരികളായി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, കഥാകൃത്ത് ഹനീഫ കൊച്ചന്നൂർ, IB അബ്ദുൾ റഹ്മാൻ എന്നിവരെയും തെരഞ്ഞെടുത്തു.
കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഏപ്രിൽ 4 വെള്ളിയാഴ്ച കൊടിയേറും. ഇതിന് മുന്നോടിയായി നടക്കുന്ന ദ്രവ്യകലശത്തിന് വെള്ളിയാഴ്ച രാവിലെ സമാപനമാകും. തുടർന്ന് വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. ക്ഷേത്രോത്സവ കലാപരിപാടികൾക്കും തുടക്കമാകും. രാത്രി 8 മണിക്ക് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കർണശപഥം കഥകളി അരങ്ങേറും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. കാട്ടുകാമ്പാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലും സമരം നടന്നു. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി അബാൽമണി, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PT ജോസഫ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ലത ഹരിദാസ്, റോസി പോൾ, സുമിത രവി എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തെക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് മില്ല് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PS പുരുഷോത്തമൻ, ദിവ്യ ഗിരീഷ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ജനപ്രതിനിധികളായ രമ്യ ഷാജി, ബീന രമേശ്, ടെസി ഫ്രാൻസിസ്, മൈമൂന ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ UV ഗിരീഷ്, ഫ്രാൻസിസ് കൊളനൂർ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസമായി കൂലി ലഭിക്കാത്തതിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷാംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവരാണ് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത്. തൊഴിലാളികളുടെ 3 മാസത്തെ ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യാത്ത പക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുമെന്നും മെമ്പർമാർ പറഞ്ഞു. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, 200 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊന്നിയൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിയൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ പരിപാടി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർ റസീന ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, മെമ്പർമാരായ MK അറഫാത്ത്, സെലീന നസർ, ഷൈബ ദിനേശൻ, AC ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കടങ്ങോട് സോക്കർ ലീഗ് സീസൺ 4 തുടക്കമായി. കടങ്ങോട് പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന ലീഗ് മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ജോളി തോമസ് മുഖ്യാതിഥിയായി. സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ റാസിഖ് എന്നിവർ സംസാരിച്ചു. ബബിൻ, ഫാസിൽ, നസ്രു എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. ഉദ്ഘാടന മത്സരത്തിൽ ഫേസ്ലുക്ക് കരിയന്നൂർ ഏകപക്ഷീയമായ 2 ഗോളിന് MCC പാഴിയോട്ടുമുറിയെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ഗേങ്ങേഴ്സ് പന്നിത്തടം എതിരില്ലാത്ത 1 ഗോളിന് സഞ്ചാരി കടങ്ങോടിനെയും പരാജയപ്പെടുത്തി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കരികന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മേളത്തോടു കൂടിയ എഴുന്നള്ളിപ്പിന് കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ആലങ്കോട് മണികണ്ഠൻ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 6 മണിക്ക് നിർമാല്യം, തുടർന്ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, ഭക്തജന നാമാർച്ചന, ഉച്ചപൂജ, അന്നദാനവുമുണ്ടായി. വൈകിട്ട് 5:30 നട തുറക്കൽ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം അത്താഴപൂജയും നടന്നു.
പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് കുന്നംകുളം പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് KM ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി വേനലവധിയിൽ വിവിധ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ സേവനമനുഷ്ഠിക്കാൻ വിദ്യാർത്ഥിനികൾ സന്നദ്ധമാവുകയും ഇതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥി പ്രതിനിധി ദിയ ഷിറിൻ പാലിയേറ്റീവ് ഹോം കെയർ അനുഭവങ്ങൾ പങ്കുവച്ചു. ചടങ്ങിൽ കോർഡിനേറ്റർ ലിയ വിരാജ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷംസു ഫിർസാദ്, സാന്ത്വനം പാലിയേറ്റീവ് സെക്രട്ടറി MA കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8560 രൂപ, പവന് 68,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം. പഴഞ്ഞി പുലിക്കോട്ടിൽ ഇയാക്കു മകൻ സൈമൺ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ജോയ്സി ഭാര്യയും ഓഗിൻ, കെസിയ എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് കുന്നംകുളം കൂത്തൂർ വീട്ടിൽ ആൻഡ്രൂസ് ഭാര്യ റീജ നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ടെറിയ, ജെറിഷ് എന്നിവർ മക്കളാണ്. കടവല്ലൂർ കൊരട്ടിക്കര കളരിക്കൽ സേതുമാധവൻ ഭാര്യ രൂപ നിര്യാതയായി. 41 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. സൂര്യനാരായണൻ ഏകമകനാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിനിടെ പാലത്തിന്റെ മുകളിൽ നിന്നും ക്രെയിൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ക്രെയിനിൽ ഉണ്ടായിരുന്ന 3 അതിഥി തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ ചക്കംകണ്ടം തീരദേശ റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ടാങ്കർ ലോറി ചളിയിൽ താഴ്ന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മാലിന്യം തള്ളാനെത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ. അധികൃതരുടെ അനാസ്ഥ. വടുതല വട്ടംപാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും. കുന്നംകുളം നഗരസഭയുടെ 1-37 വാർഡുകളിൽ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത്. നഗരസഭാ അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാട്ടബാക്കി നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. CPIയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാടകം വീണ്ടും കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.